ആകാശവാണി പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്വാഡ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് സുപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുഎസിൽ ക്വാഡ് ലീഡേഴ്സ് ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. 100 ദിവസം പൂർത്തിയാക്കിയ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ വിവിധ മേഖലകളിലായി 15 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. തൃശൂർ പൂരം നടത്തിപ്പിന് സാധ്യമായ എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തിയിട്ടുണ്ടെന്ന് മന്ത്രി കെ രാജൻ. പൂരം വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പൂനെയിൽ മലയാളി യുവതി സ്വകാര്യ കമ്പനിയിലെ ജോലിഭാരം മൂലം മരിച്ച സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ബംഗ്ലാദേശിനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 280 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്വാഡ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് മുഴുവൻ മനുഷ്യരാശിക്കും സുപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വതന്ത്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സമൃദ്ധവുമായ ഇൻഡോ പസഫിക്കിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. യുഎസിലെ ഡെലവെയറിൽ നടന്ന ക്വാഡ് ലീഡേഴ്സ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ നേതൃപാടവത്തിന് പ്രധാനമന്ത്രി മോദിയെയും ഇന്ത്യയെയും ക്വാഡ് നേതാക്കൾ അഭിനന്ദിച്ചു. ക്വാഡ് ആഗോള നന്മയ്ക്കുള്ള ഒരു ശക്തിയായി തുടരുമെന്നും അവർ ആവർത്തിച്ചു. മോദിയുടെ കീഴിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന ശക്തിയാണ് ഇന്ത്യയെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ അനുഭവത്തിൽ നിന്നും നേതൃത്വത്തിൽ നിന്നും യുഎസിന് പഠിക്കാനുണ്ടെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. 100 ദിവസം പൂർത്തിയാക്കി മൂന്നാം നരേന്ദ്രമോദി സർക്കാർ. വിവിധ മേഖലകളിലായി 15 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്കാണ് ഈ കാലയളവിൽ സർക്കാർ തുടക്കം കുറിച്ചത്. വിശദാംശങ്ങളിലേക്ക്. അടിസ്ഥാന സൗകര്യങ്ങൾ, സാമൂഹ്യക്ഷേമം, കർഷകർ, മധ്യവർഗം, സ്ത്രീകൾ, യുവജനങ്ങൾ എന്നിങ്ങനെ വിവിധ മേഖലകളെ പരിഗണിച്ചുകൊണ്ടുള്ള ക്ഷേമ പദ്ധതികൾക്കാണ് സർക്കാർ 100 ദിനത്തിൽ പ്രാധാന്യം നൽകിയത്. 63,000 ഗ്രാമങ്ങളിലെ 5 കോടി ആദിവാസികളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ, സർക്കാർ പദ്ധതി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി 2,90,000-ലധികം യൂണിക് ഡിസബിലിറ്റി തിരിച്ചറിയൽ കാർഡുകൾ, മാലിന്യം ശേഖരിക്കുന്നവരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായി നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ എക്കോസിസ്റ്റം, ലഹരി ഉപയോഗത്തിൽ നിന്ന് മോചനം നേടാനും മയക്കുമരുന്ന് കടത്ത് റിപ്പോർട്ട് ചെയ്യാനും മനസ് ഹെൽപ്പ് ലൈൻ തുടങ്ങി വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. വഖഫ് ഭേദഗതി ബിൽ 2024 സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. യുവാക്കൾക്കിടയിൽ പുകയില ഉപയോഗം തടയാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി കേന്ദ്രം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും ആരോഗ്യ മന്ത്രാലയവും സംയുക്തമായാണ് ചീഫ് സെക്രട്ടറിമാർക്ക് പുകയിലരഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാർഗനിർദ്ദേശങ്ങളും മാനുവലും ഫലപ്രദമായി നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയത്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സർക്കാർ എന്നും ക്രിയാത്മകമായി ഇടപെട്ടിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പൂരത്തിന്റെ ഗുണകരമായ നടത്തിപ്പിന് സാധ്യമായ എല്ലാ ശ്രമങ്ങളും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ നടത്തിയിട്ടുണ്ട്. ദേവസ്വങ്ങളും സമാന അഭിപ്രായക്കാരാണ്. പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ അനൗപചാരിക ചർച്ചകളിലൂടെയും പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നു. പൂരവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളുടെ സത്യാവസ്ഥ അറിയുക എന്നത് തൃശൂർ ജനതയുടെ അവകാശമാണ്. അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുൻപിൽ എത്തിയതിനു ശേഷവും ആശങ്കകൾ നിലനിൽക്കുകയാണെങ്കിൽ അത് ഉന്നയിക്കുകയും അത്തരം സംശയങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നും മന്ത്രി ഉറപ്പു നൽകി. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആരോപണ വിധേയനായ ക്രമസമാധാന ചുമതലയുള്ള ADGP അന്വേഷിച്ച റിപ്പോർട്ട് അപ്രസക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കായി കോഴിക്കോട് പ്രവർത്തിക്കുന്ന സ്ഥാപനമായ കോമ്പോസിറ്റ് റീജിയണൽ സെന്റർ കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് സഹമന്ത്രി BL വർമ്മ ഇന്ന് സന്ദർശിക്കും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സന്ദർശന പരിപാടിയിൽ ഭിന്നശേഷിക്കാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരുമായി സംവദിക്കുന്ന മന്ത്രി ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണവും നിർവഹിക്കും. CRCയിൽ പുതുതായി ആരംഭിക്കുന്ന കോഴ്സുകൾ, ഓഡിയോളജി ലാബ് എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. തുടർന്ന് സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി ഏക് പേഡ് മാ കാ നാം പദ്ധതിയിലും അദ്ദേഹം പങ്കെടുക്കും. പൂനെയിൽ മലയാളി യുവതിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്വകാര്യ കമ്പനിയിലെ ജോലി ഭാരം മൂലം മരിച്ച സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് നോട്ടീസ് അയച്ച കമ്മീഷൻ 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. സംഭവം ഗൗരവമേറിയതാണെന്നും തൊഴിൽ നയങ്ങളും തൊഴിൽ സംസ്കാരവും വിലയിരുത്തേണ്ടതാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ഓണത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ നടത്തിയ സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് കുടുംബശ്രീ ഓണച്ചന്തകളിൽ ഉപഭോക്താക്കളുടെ വൻ പങ്കാളിത്തം. ആകെ 9 ദിവസം നടത്തിയ ഓണച്ചന്തകളിൽ നിന്ന് കോടികളുടെ വരുമാനമാണ് ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഓണച്ചന്തയോടനുബന്ധിച്ച് ഇടുക്കിയിൽ സപ്ലൈകോ നടത്തിയ ജില്ലാ ഫെയറും താലൂക്ക് ഫെയറുകളും വൻ ഹിറ്റായിരുന്നു. ഇതിലൂടെ ആകെ 1.21 കോടി രൂപയാണ് വരുമാനമുണ്ടായത്. ജില്ലാ ഫെയറിൽ നിന്ന് മാത്രം 7,92,315 രൂപ ലഭിച്ചു. 9 ദിവസമാണ് സപ്ലൈകോ ഓണച്ചന്തകൾ പ്രവർത്തിച്ചത്. കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ 8 ദിവസമാണ് പ്രവർത്തിച്ചത്. 7 ത്രിവേണി സ്റ്റോറുകളിലും 63 സഹകരണ സംഘങ്ങളിലുമാണ് ചന്തകൾ നടത്തിയത്. ഇതിലൂടെ 2.77 കോടി രൂപയുടെ വരുമാനം ലഭിച്ചു. എല്ലാ നിത്യോപയോഗ സാധനങ്ങളും സബ്സിഡി നിരക്കിലും മറ്റുള്ളവ 10 മുതൽ 40% വരെ വിലക്കുറവിലും ലഭ്യമാക്കി. ജില്ലയിലെ 55 CDSകളിലായി 110 ഓണച്ചന്തകളാണ് കുടുംബശ്രീ നടത്തിയത്. 4 ദിവസം കൊണ്ട് 48.02 ലക്ഷം രൂപയുടെ വരുമാനം ലഭിച്ചു. ബംഗ്ലാദേശിനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 280 റൺസ് വിജയം. ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ ഉയർത്തിയ 515 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് 4-ാം ദിവസം 234 റൺസിന് പുറത്താകുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 376-ഉം 2-ാം ഇന്നിംഗ്സിൽ 287 റൺസാണ് നേടിയത്. ബംഗ്ലാദേശിന്റെ 1-ാം ഇന്നിംഗ്സ് 149-ൽ അവസാനിച്ചു. വിജയത്തോടെ 2 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ മുന്നിലെത്തി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാറിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. ബോംബെ ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരിൽ ഒരാളായ ജസ്റ്റിസ് ജാംദാർ കഴിഞ്ഞ വർഷം മെയ് മുതൽ ബോംബെ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ചു വരികയായിരുന്നു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. ഡ്രഡ്ജറിന്റെ സഹായത്തോടെയാണ് ഗംഗാവാലി പുഴയിൽ തിരച്ചിൽ നടക്കുന്നത്. ലോറിയുടേതെന്ന് സംശയിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ ഇന്ന് പുറത്തെടുത്തു. എഞ്ചിന്റെ ഭാഗവും കുറച്ച് തടി കഷ്ണങ്ങളുമാണ് കണ്ടെത്തിയത്. അർജുൻ അടക്കം 3 പേരെയാണ് ജൂലൈ 16-ലെ മണ്ണിടിച്ചിലിൽ കാണാതായത്. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയും തെരച്ചിൽ നടത്തുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് വയനാട് ജില്ലാ തദ്ദേശ അദാലത്ത് ഒക്ടോബർ 1-ന് സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. അപേക്ഷ നൽകിയതും സമയപരിധിക്കകം സേവനം ലഭിക്കാത്തതുമായ വിഷയങ്ങളിലുള്ള പരാതികൾ, നിവേദനങ്ങൾ, പരാതികൾ തുടങ്ങിയവ അദാലത്തിൽ പരിഗണിക്കും. പ്രസിദ്ധമായ നീലം പേരൂർ പടയണിയുടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പൂരപ്പടയണിയുടെ 2-ാം ഘട്ടമായ ഇന്നലെ തട്ടുകുടയെത്തി. ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ചൂട്ട്, കുട, പ്ലാവിലക്കോലം, പിണ്ടിയും കുരുത്തോലയും എന്നിങ്ങനെ 4 ഘട്ടങ്ങളിലായാണ് പടയണി നടക്കുന്നത്. ഔട്ടനാളിൽ ചൂട്ടുവെച്ച് ആരംഭിക്കുന്ന പടയണിയിൽ ആദ്യഘട്ടമായ ചൂട്ട് അഥവാ അഗ്നിക്ക് പിന്നാലെ നിറങ്ങളുടെ സാന്നിധ്യവുമായാണ് കുടകൾ എത്തുന്നത്. ഇന്ന് പാറാവളയമാണ് അനുഷ്ഠാനം. പച്ചമടലിൻ്റെ നേർത്ത കീറുകൾ കൊണ്ട് 5 വളയങ്ങൾ കെട്ടി പല തട്ടുകളായി ഉയർത്തുന്നതാണ് ചടങ്ങ്. രാത്രി 10 മണിയോടെയാണ് ചടങ്ങ്. കരനാഥന്മാർ ക്ഷേത്രനടയിൽ നിന്ന് ചേകമാൻ പെരുമാൾ സ്മാരകത്തിലെത്തി അനുവാദം വാങ്ങി ആർപ്പുവിളികളോടെ ചടങ്ങ് ആരംഭിക്കും. തുടർന്ന് ചൂട്ടുകറ്റയുടെ വെളിച്ചത്തിൽ കോലം നടയിലേക്ക് എഴുന്നള്ളിക്കും. സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുള്ള നിരവധി പേരാണ് നീലം പേരൂർ പൂരപ്പടയണി കാണാൻ എത്തിയിട്ടുള്ളത്. ആലപ്പുഴയിൽ എംപോക്സ് രോഗലക്ഷണങ്ങളോടെ വിദേശത്തു നിന്നെത്തിയയാൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. ഇദ്ദേഹത്തിന്റെ കുടുംബം ക്വാറന്റീനിൽ കഴിയുകയാണ്. തിങ്കളാഴ്ചയോടെ പരിശോധനാ ഫലം പുറത്തുവന്നാൽ മാത്രമേ രോഗം സ്ഥിരീകരിക്കാനാകൂ. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് വൈകിട്ട് നടക്കും. തൃശൂർ വിയ്യൂരിലെ അക്കാദമി പരേഡ് ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സല്യൂട്ട് സ്വീകരിക്കും. കണ്ണൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. മേലെ ചൊവ്വയിൽ മേൽപ്പാലം വരുന്നതോടെ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശമനമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത മാസം 2-ന് നടക്കുന്ന മേൽപ്പാല നിർമ്മാണോദ്ഘാടനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്വാഡ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് സുപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുഎസിൽ ക്വാഡ് ലീഡേഴ്സ് ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. 100 ദിവസം പൂർത്തിയാക്കിയ 3-ാം നരേന്ദ്രമോദി സർക്കാർ വിവിധ മേഖലകളിലായി 15 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. തൃശൂർ പൂരം നടത്തിപ്പിന് സാധ്യമായ എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തിയിട്ടുണ്ടെന്ന് മന്ത്രി കെ രാജൻ. പൂരം വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പൂനെയിൽ മലയാളി യുവതി സ്വകാര്യ കമ്പനിയിലെ ജോലിഭാരം മൂലം മരിച്ച സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ബംഗ്ലാദേശിനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 280 റൺസ് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.